2024 കഴിഞ്ഞ് നമ്മൾ 2025 കടക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്ന മാർവലിൻ്റെ DC സീരീസിനെ നമ്മളൊരു പ്രീ റാങ്ക് ചെയ്യാണ്. ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാണ്. സോ നമ്മുടെ 8th പൊസിഷനിൽ വരുന്നത് അയൺ ഹാർട്ടാണ്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്കിത് കാണാൻ വലിയ താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 7th പൊസിഷനിൽ വരുന്നത് വണ്ടർമാൻ ആണ്. വണ്ടർമാൻ എന്ന് പറയുന്നത് ഒരു ആക്ടർ സൂപ്പർ ഹീറോ ആയിട്ട് പ്ലേ ചെയ്യുന്നതാണ് ഒരു സീരീസ് ആയിട്ട് ഇറക്കുന്നത്. ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് വലിയ പിടുത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 7th പൊസിഷനിലിടാണ്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ 6th പൊസിഷനിൽ വരുന്നത് ഐസ് ഓഫ് വാക്കണ്ടയാണ്. ഐസ് ഓഫ് വാക്കണ്ട ഒരു മിഡിലാണ് നിൽക്കുന്നത്. എനിക്കിതിപ്പോൾ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ ജയിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. 5th പൊസിഷനിൽ ഞാൻ കാണുന്നത് യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആണ്. അതെന്തായാലും ഹിറ്റാവുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. 4th പൊസിഷനിൽ ഞാൻ കാണുന്നത് പീസ് മേക്കർ സീസൺ 2 ആണ്. അത് 1 ഹിറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ 2 ഹിറ്റാവുമെന്ന് പ്രതീക്ഷിക്കാം. 3rd പൊസിഷൻ നമ്മുടെ മാർവൽ സോംബീസ് ആണ്. അത് വാട്ടിഫിൽ ഒരു എപ്പിസോഡ് തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു ഫുൾ സീരീസ് വന്ന് അടിപൊളിയായിരിക്കും. 2nd പൊസിഷൻ സ്പൈഡർമാൻ നോയർ സീരീസ് ആണ്, ആമസോൺ പ്രൈമിത്തെ. അത് ഒരു ക്യൂരിയസ് ആയുള്ള ഒരു പ്രോജക്റ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ഡെയർഡെവിൾ ബോൺ അഗെയിൻ ആണ് 1st പൊസിഷനിൽ. ഇത് ഏറ്റവും നല്ലൊരു സീരീസ് ആണ് മാർവലിൻ്റെ. ഇത് തിരിച്ചു വരുമ്പോൾ അടിപൊളിയായിരിക്കും.